എന്നാൽ അത്തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന ആയത്തുകൾ ഹദീസുകളെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാചകത്തിൽ വിശദീകരണം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങൾ അവിടുത്തെ നഫായിസുദ്ദുർ എന്ന കിതാബിൽ ഞാനത് നാദാപുരത്ത് വെച്ച് നടത്തുന്ന ഖണ്ഡനത്തിന്റെ അതാ 3-ാം ഖണ്ഡനത്തിൽ അത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ലദുൽ بصائر ناظرا نحو الأثر بل للمؤثر بظهور عن الأثر. മോനെ, ഉൾക്കാഴ്ചയുള്ള മഹാന്മാർ ലോകത്ത് ചിന്തിച്ചു നോക്കുമ്പോ ഉള്ളവനായിട്ട് അവർ അല്ലാഹനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ളതൊന്നും ഉള്ളിൽ പറയാനില്ല. മറ്റുള്ളതൊക്കെ അല്ലാഹ് ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. അത് വിശദീകരിച്ച് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വിവരണങ്ങൾ ബഹുമാനപ്പെട്ടവർ നൽകി. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ രാജ്യം ആര് ഭരിക്കുമ്പോ? ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോ, ഓ ബ്രിട്ടീഷുകാരാ, ഇത് ഞങ്ങളെ നാടാണ്, ഇവിടുന്ന് നികുതി പിരിക്കാൻ നിനക്ക് അധികാരമില്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ നാട്ടിലേക്ക് പോയിക്കോളണം, ഞങ്ങളെ നികുതിന്റെ കാര്യം ഞങ്ങളായിക്കോളും എന്ന് ധൈര്യത്തോടെ ബ്രിട്ടീഷുകാരന്റെ മുഖത്തു നോക്കി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ച മഹാപണ്ഡിതനും ആരിഫും വലിയുമായ ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി റഹിമഹുല്ലാഹ്. സഹോദരന്മാരെ, കുണ്ടോട്ടിക്കൈക്കാരി എന്ന പേരിൽ കള്ള ശൈഖന്മാരിറങ്ങിയപ്പോ അവർക്കെതിരെ ശക്തിയായി പ്രസംഗിച്ച ആളാണ്. കുണ്ടോട്ടി കൈക്കാരെന്ന പേരിൽ കള്ള ശൈഖന്മാരിറങ്ങിയപ്പോ അവർക്കെതിരെ എത്രയോ എഴുതിയ ആളാണ്, എത്രയോ ഫത്വ കൊടുത്ത ആളാണ്. മഹാന്മാരങ്ങനെയാണ്. അവർ ഹക്കിനെ മാത്രമേ പിന്തുണക്കൂ, ഒരിക്കലും തന്നെ ബാത്തിലിനെ പിന്തുണക്കൂല. ബാത്തിലാണെന്ന് ജനങ്ങളോട് പറയും, ഹക്ക് ഹക്കാണെന്ന് പറയും. അത് ഒരു പണ്ഡിതന്റെ കർത്തവ്യമാണ്. മഹാനായ ഉമർ ഖാദി ബിലങ്കൂത്തി റഹിമഹുല്ലാഹ് തരീഖത്തിന്റെ വിരോധിയായതുകൊണ്ടല്ല. ഉസ്താദ് മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് വലിയ തരീഖത്തിന്റെ ശൈഖാണ്. പക്ഷേ അത് ശരിയായ തരീഖത്താണ്, ശരിയായ ആശയമാണ്. ഉസ്താദിനോട് പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദ് സ്വീകരിച്ച തരീഖത്തിൽ എന്നെയും ചേർക്കണം. പക്ഷേ ചേർക്കാനായിട്ടില്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല. ഒരു ദിവസം അതാ വീട്ടിലേക്ക് പോകുമ്പോ പിന്നാലെ അങ്ങ് നടന്നു. രാത്രി സമയമാണ്, ഇശാ നിസ്കരിച്ച് ഉസ്താദ് വീട്ടിൽ പോകും, പിന്നാലെ നടന്നു. മുറ്റത്തെത്തി നോക്കുമ്പോ ഉമർ ഖാദി പിന്നിലുണ്ട്. മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് ചോദിച്ചു, എന്താ ഉമറേ? ഞാൻ ഉസ്താദിനോട് എത്ര കാലമായി പറയുന്നു, എനിക്കൊന്ന് അവിടുന്ന് സ്വീകരിച്ച തരീഖത്തിന്റെ ദിക്ർ പറഞ്ഞു തന്നിട്ട് എന്നെ ഒന്നതിൽ ചേർക്കണമെന്ന്. ഓ ഉമറേ, നീ എവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. ഉമറേ, നീ എവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി. ഉമർ ഖാദി ഉസ്താദിനെയും കാത്തു നിന്നു. എത്ര നിന്നു? സുബ്ഹാനല്ലാഹ്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഉസ്താദ് വരുന്നില്ല. രാവിലെ സുബ്ഹിന്റെ സമയത്ത് ജമാഅത്തിന് പോകാൻ വേണ്ടി ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. ഉമർ ഖാദി ഇശാഇന്റെ ശേഷം മുതൽക്ക് സുബ്ഹി വരെ ഒരൊറ്റ നൃത്തം നിന്നു. ഇശാഇന്റെ ശേഷം നിന്ന നൃത്തമാണ്, സുബ്ഹി വരെ നൃത്തമാണ്. സുബ്ഹിക്ക് പോകാൻ വേണ്ടി ശൈഖ് അവറുകൾ ഇറങ്ങുമ്പോ ഉമർ ഖാദി മുറ്റത്ത് നിൽക്കുന്നു. എന്താ ഉമറേ ഇവിടെ കാണുന്നു? ഉസ്താദ് എന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കൂ, ഞാൻ വരുന്നു. ഞാൻ അവിടെ നിന്നു. നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദെ ഞാൻ ഇരുന്നിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാലങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ടില്ല. ഇവിടെ നിൽക്കൂന്നല്ലേ പറഞ്ഞു, ഞാൻ അവിടെ തന്നെ നിന്നു. പിന്നെ ഞാൻ കാല് നീക്കിയിട്ടില്ല. ഈ ഇരിക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കൂന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ടില്ല. അപ്പോഴാ ഉസ്താദ് പറയുന്നു, മോനെ നിനക്ക് ദിക്ർ പറഞ്ഞു തരാൻ സമയമായി. നീ പരീക്ഷയിൽ ജയിച്ചു, എല്ലാ പരീക്ഷയിലും ജയിച്ചു, ഈ പരീക്ഷയിലും ജയിച്ചു. ഇനി ദിക്ർ പറഞ്ഞു തരാം. ചിലര് മനസ്സിലാക്കിയത് തരീഖത്ത് ദിക്ർ എന്നൊക്കെ പറഞ്ഞ സുബ്ഹാനല്ലാഹ് അത് കടച്ചോടം പോലെ ഒരു ഉറുപ്പിക കൊടുത്തിട്ട് ഒരു കുത്തിങ് വാങ്ങലാണ് എന്നാണ്. അല്ല, ആ നിലക്കുള്ള ദിക്ർ അത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള മഹാന്മാരിൽ നിന്ന് അടുത്തെത്തിയിട്ടുള്ള മഹാന്മാർ വാങ്ങുന്നതാണത്. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് വലിയ മഹാനാണ്. പക്ഷേ മമ്മിക്കുട്ടി ഖാദിയിൽ നിന്ന് അതിനേക്കാൾ വലിയ മർത്തബ കിട്ടാൻ വേണ്ടിയാണ് ഇത് ചോദിക്കുന്നത്. മമ്മിക്കുട്ടി ഖാദി റഹിമഹുല്ലാഹ് പറയുന്നു, പരീക്ഷയിൽ ജയിച്ചു എന്നറേ ദിക്ർ പറഞ്ഞു തരാം. ആ മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് സഹോദരന്മാർ മനസ്സിലാക്കണം,
ആർക്ക് വേണ്ടിയും ഒന്നും പറയൂല, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ഒരു തീരുമാനമെടുക്കൂല. കേട്ടിട്ടില്ലേ നിങ്ങൾ? ഉമർ ഖാദി റഹിമുള്ള വെളിയങ്കോടാണ്. വെളിയങ്കോടിന്റെ നേരെ ഇക്കരയാണ് പൊന്നാനി. വെളിയങ്കോട് അക്കരയാണ്, ഇക്കര പൊന്നാനിയാണ്. ആ വെളിയങ്കോട്ടെ ഖാദിയാണ് ഉമർ ഖാദി റഹിമുള്ള. എന്നാ സഹോദരന്മാരെ, പൊന്നാനിയിലെ ഖാദി മറ്റൊരാളാണ്. സുബ്ഹാനല്ലാഹ്. വെളിയങ്കോട്ട് മാസം കണ്ടു, പെരുന്നാളിന്റെ മാസം, നോമ്പിന്റെ മാസം കണ്ടു. വെളിയങ്കോട് മാസം കണ്ടൊക്കെ ഉമർ ഖാദി റഹിമുള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടു, വിധിച്ചു, റമദാനാണെന്ന് വിധിച്ചു. പക്ഷെ അന്നത്തെ പൊന്നാനി ഖാദിക്ക് അത് ബോധ്യപ്പെട്ടില്ല. ബോധ്യപ്പെടാത്തോണ്ട് ആ ഖാദി വിധിച്ചില്ല. ചിലപ്പോ രണ്ട് ഖാദിമാര് രണ്ട് നിലയ്ക്ക് വിധിച്ചാൽ ഖാദിമാരെ ഗീബത്ത് പറയും, ജനങ്ങൾ പറയരുതേ കേട്ടോ. ഒരു ഖാദിക്ക് ബോധ്യപ്പെട്ടാലല്ലേ വിധിക്കാൻ പറ്റൂ, മറ്റൊരു ഖാദിക്ക് ബോധ്യപ്പെട്ടാൽ വിധിക്കുകയും വേണം. ഓരോ ഖാദിമാർക്കും അവർക്ക് ബോധ്യപ്പെട്ടതുപോലെയല്ലേ വിധിക്കേണ്ടത്. അതിന് ഖാദിമാര് തമ്മിൽ തെറ്റാണ് എന്ന് പറയരുത്. നമുക്കത് അറിയില്ല, അറിയുന്ന ആലിമീങ്ങൾ കൈകാര്യം ചെയ്യട്ടെ എന്ന് വെക്കണം. വെറുതെ ആലിമീങ്ങളെ കുറ്റം പറയരുത്, ഖാദിമാരെ കുറ്റം പറയരുത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഉമർ ഖാദിക്ക് ബോധ്യപ്പെട്ടു, മാസം കണ്ടിട്ടുണ്ട്, മൂപ്പര് വിധിച്ചു. പൊന്നാനി ഖാദിക്ക് വിധിക്കാൻ ബോധ്യപ്പെട്ടില്ല, മൂപ്പരട്ട് വിധിച്ചതുമില്ല. അക്കരെ ഇക്കരയും വെറും പാലം. ഇപ്പം പാലമാണ്, പണ്ട് തോണിയാണ്. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ സിയാറത്തിന് മുമ്പ് തോണിയാണ്, ഇപ്പം പാലമാണ്. പക്ഷേ കടക്കണമെങ്കിൽ 5 ഉറുപ്പിക കൊടുക്കണമെന്ന് മാത്രം. ഇരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ പൊന്നാനിയും അതുപോലെ വെളിയങ്കോടും അക്കരയും ഇക്കരയുമാണ്. അക്കര നോമ്പാണ്, ഇക്കര നോമ്പില്ല. അന്നത്തെ ജനങ്ങൾ നല്ല ജനങ്ങളാണ്. ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്ന ജനങ്ങളല്ല, ഖാദിമാരെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയുന്ന ജനങ്ങളല്ല. അവർ ബഹുമാനമുള്ള ജനങ്ങളാണ്. ഉമർ ഖാദിന്റെ മഹലിലുള്ളവരൊക്കെ നോമ്പെടുത്തു. പൊന്നാനി മഹലിലുള്ളവരോ അവർക്ക് നോമ്പ് നിർബന്ധമില്ലാത്തവരെടുത്തില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഉമർ ഖാദിയാണ് കൊല്ലം തോറും അതേ പൊന്നാനി പള്ളിയിൽ 10 ദിവസം വയല് പറയാ. അവസാനത്തെ 10 ദിവസം പൊന്നാനി പള്ളിയിലെ വയല് അക്കരെ ഖാദിയായ ഉമർ ഖാദി തങ്ങൾക്കാണ്. ഉമർ ഖാദി കൊല്ലം തോറും വരുമ്പോലെ വയല് പറയാൻ ഇക്കൊല്ലവും വന്നു, വയല് തുടങ്ങി. സുബ്ഹാനല്ലാഹ്. മാസം ബഹുമാനപ്പെട്ടവർക്ക് 30ആയി. മാസം ബഹുമാനപ്പെട്ടവർക്ക് 30ആയി. സുബ്ഹാനല്ലാഹ്. പൊന്നാനിക്കാർക്ക് 29ആണ്. പൊന്നാനിക്കാർക്ക് വയല് പറയുന്ന നാട്ടുകാർക്ക് 29ആണ്. ഉമർ ഖാദിക്ക് അന്ന് 30ആണ്. 30ന്റെ അപ്പുറം മാസം ഉണ്ടാവൂലല്ലോ. ഇപ്പൊ മാരിസ്കെച്ച ഉമർ ഖാദിക്ക് പെരുന്നാളാണ്. അസറിന്റെ ശേഷം ആ വയല് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ഉമർ ഖാദി ഇമാമാണ്. മഗ്രിബ് നിസ്കരിച്ച് ഉമർ ഖാദി തക്ബീർ അങ്ങ് തുടങ്ങി. മഗ്രിബ് നിസ്കരിച്ചിട്ട് പൊന്നാനിന്ന് തക്ബീർ തുടങ്ങി. അപ്പൊ ഒരു കൂട്ടൊരു കശപിശ. എന്താ കശപിശ? ഖാദിയാർക്ക് അക്കരെ 30ആയത് ശരിയാണ്, ഇക്കരെ 30ആയിട്ടില്ലല്ലോ, ഇക്കരെ 29 മാസം കാണാതെ എങ്ങനെ തക്ബീർ ചൊല്ലിയത്? അപ്പൊ ഉമർ ഖാദിക്ക് മനസ്സിലായി, ജനങ്ങൾക്കൊരു സംശയമുണ്ട്. ഉമർ ഖാദി പറഞ്ഞു, എല്ലാരും പൊന്നാനി പള്ളിന്റെ മുറ്റത്തിറങ്ങുക. എല്ലാരും ഇറങ്ങി, എല്ലാരും മേൽപോട്ട് നോക്കുക. നോക്കി മാസം ഉദിച്ചതെല്ലാരും കാണുകയാണ്. എല്ലാരും കണ്ടില്ലേ? നമ്മൾ ഒന്നായിട്ട് ചൊല്ലിയല്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും തക്ബീർ തന്നെ. ഉമർ ഖാദി റഹിമഹുല്ലാഹ്. സഹോദരന്മാരെ, അതാ ബഹുമാനപ്പെട്ടവര് എല്ലാവരോടും വളരെ സൗമ്യമായ സ്വഭാവമാണ്. പക്ഷേ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയവരാണ്. അതിന്റെ പേരിൽ ജയിലിൽ കിടന്നു. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ജയിലിൽ കിടന്നു. ചിലർ പറയും മുസ്ലിംമാര് വെറും കിതാബ് നോക്കിയാ പോരാ. കിതാബ് നോക്കിയ മുസ്ലിംമാര് രാജ്യത്തെ കുറിച്ചും പറയണം, രാജ്യത്തിന്റെ കാര്യം പറയണം, സമൂഹത്തിന്റെ കാര്യം പറയണം. അങ്ങനെയാണ് ഉമർ ഖാദി നമുക്ക് പഠിപ്പിച്ചു തന്നത്. പണ്ഡിതന്മാരെല്ലാ രംഗത്തും ഉയർന്നു വരണം. ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി സഹോദരന്മാരെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചു. അതിന്റെ പേരിൽ ജയിലിൽ അടക്കപ്പെട്ടു. ജയിലിൽ പോകുമ്പോ ഉമർ ഖാദിയെ ജയിലിൽ കൊണ്ടുപോകുമ്പോ 10,000 തടിച്ചുകൂടിയിരിക്കുകയാണ്. ജയിലിലേക്ക് കൊണ്ടുപോകാൻ വിടൂല, ഖാദിയാരെ കൊണ്ടുപോകാൻ വിടൂല. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിൽ തീവ്രവാദമില്ല, ഇസ്ലാമിൽ ഭീകരവാദമില്ല, ഇസ്ലാമിൽ വർഗീയതയില്ല. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ്. നിയമം കയ്യിലെടുക്കലില്ല. ഉമർ ഖാദി റഹിമഹുല്ലാഹ് ഒറ്റ പ്രസംഗം. എന്താ പ്രസംഗത്തിൽ പറഞ്ഞത്? ജനങ്ങളെ, നിങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞു പോകണം. ജനങ്ങളെ, നിങ്ങൾ സമാധാനികളായി പിരിഞ്ഞു പോകണം. ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഉദ്യോഗമാണ്, അവരുടെ ജോലിയാണ് നിർവഹിക്കുന്നത്. എന്നെ ജയിലിൽ കൊണ്ടുപോകുന്നു നിങ്ങൾ പേടിക്കണ്ട. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാം ജയിലിൽ കിടന്നിട്ടുണ്ട്.
അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കിടന്നിട്ടുണ്ട്. കൂട്ടത്തിൽ ഞാനും ജയിലിൽ കിടക്കട്ടെ, അത് ഖൈറുണ്ടാകും. നിങ്ങൾ സമാധാനത്തോടെ പിരിഞ്ഞു പോവുക. നിങ്ങൾ റോട്ടുമ്പോ കല്ലെടുത്ത് വെക്കണമെന്നല്ല പറഞ്ഞത്, ബസ്സിന് തീ കൊടുക്കണമെന്നല്ല പറഞ്ഞത്, പീടിക അടപ്പിക്കണമെന്നല്ല പറഞ്ഞത്, തീക്കളി കളിക്കണമെന്നല്ല പറഞ്ഞത്, വർഗീയത ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, ഭീകരത വളർത്തണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ സമാധാനികളായി പിരിഞ്ഞു പോകണം. സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കന്മാർ അങ്ങനെയാണ്. അവരൊരിക്കലും തീവ്രവാദികളാവൂല, ഭീകരവാദികളാവൂല, വർഗീയതവാദികളാവൂല. അവര് സമാധാനത്തിന്റെ സന്ദേശം പറയും. ഉമർ ഖാദി ജയിലിലായി. ആ ജയിലിൽ നിന്ന് പാതിരാ സമയത്ത് ഉമർ ഖാദി വന്ന് വാതിലിൽ മുട്ടുന്നു. പോലീസുകാർ വന്ന്, എന്താ ഖാദിയാരെ? ഉമർ ഖാദിക്ക് പറയാനുള്ള, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, അതിന് ഒന്നു കൊടുക്കാൻ വെള്ളം വേണം. സുബ്ഹാനല്ലാഹ്, ജയിലിലും സുന്നത്ത് നിസ്കാരം വിടൂല, ജയിലിലും തഹജ്ജുദ് വിടൂല. ശരിയായ ത്വരീഖത്ത് സ്വീകരിച്ചാൽ ഉറക്കമൊഴിക്കലാണ്, ഉറങ്ങലല്ല. സഹോദരന്മാരെ, തഹജ്ജുദ് നിസ്കരിക്കാൻ പോവുകയാണ്. തഹജ്ജുദ് നിസ്കാരത്തിന് വെള്ളം ചോദിക്കുകയാണ്. പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ് wudu എടുത്ത് നിസ്കരിക്കുകയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന കണ്ടപ്പോ പോലീസുകാർ ജയില് പൂട്ടി. താക്കോലമെടുത്ത് ഗേറ്റിങ്ങിൽ പോയി കാത്തു നിന്നു. നേരം വെളുത്ത് പോയിട്ട് ജയില് തുറന്നു നോക്കുമ്പോൾ ഉമർ ഖാദിനെ കാണുന്നില്ല. ഉമർ ഖാദിയെ കാണുന്നില്ല. എവിടെ പോയി? ജയിൽ പുള്ളി എവിടെ പോയി? പോലീസുകാർ തരികയാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആനിലില്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ ഒരു മഹാനായ ആലിമ്, ഖാലല്ലദീ ഇൻദഹു ഇൽമുൻ മിനൽ കിതാബി അനാ ആതീക ബിഹി ഖബ്ല അൻ യർതദ ഇലൈക തർഫുക. നിങ്ങളെ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് കൊണ്ട് ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം, കൊട്ടാരത്തിന്റെ ഉള്ളിൽ എത്രയോ പൂട്ടിയിരിക്കുന്ന സിംഹാസനം ഞാൻ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തിച്ചു തരാമെന്ന് ആസഫുൽ ബർഖി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ? സുലൈമാൻ നബിന്റെ മുമ്പിൽ എത്തിച്ചില്ലേ? പൂട്ടും കൊട്ടാരവും ബിൽഡിങ്ങും ഒക്കെ ഔലിയാക്കൾക്കൊരു പ്രശ്നമാണോ? ബഹുമാനപ്പെട്ട ആസഫുൽ ബർഖി അതെത്തിച്ചു. അത് ഖുർആൻ പഠിപ്പിക്കുന്നില്ലേ? ആ നിലക്ക് ഔലിയാക്കൾക്ക് പ്രശ്നമുണ്ടോ? ഉമർ ഖാദി റഹിമഹുല്ലാഹ് അതാ ജയിലിൽ നിന്ന് തഹജ്ജുദ് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമർ ഖാദി റഹിമഹുല്ലാഹ് അത് കറാമത്ത് മുഖേന രക്ഷപ്പെട്ടു പോയി. കോടഞ്ചേരി പള്ളിയിൽ പോയിട്ടാ പിന്നെ നിസ്കാരം പൂർത്തീകരിച്ചത്. അവിടെ തന്നെ സുബഹിന്റെ ജമാഅത്തിനും പങ്കെടുത്തു. പള്ളിയിലെ സുബഹിന്റെ ജമാഅത്തിന് പോകും മഹാന്മാര്. അതേത് വലിയ ഇബാദത്താണ്, വലിയ സംഗതിയാണ്. ചെറുപ്പക്കാരാ പള്ളിയിൽ പോകണം, ജമാഅത്തിന് പങ്കെടുക്കണം. രാത്രി മുഴുവനും എഴുന്നേറ്റ് നിസ്കരിച്ച കൂലി കിട്ടും. സുബഹിന്റെ ജമാഅത്തിന് പങ്കെടുത്താൽ ചെറിയ സംഗതിയല്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അവിടുന്ന് ജമാഅത്തായി സുബഹി നിസ്കരിച്ചു. അവിടെ തന്നെ ഇരുന്ന് ദിക്റും ദുആയും നടത്തുകയാണ്. ദുഹാ നിസ്കാരത്തിന്റെ സമയമായപ്പോ ഉമർ ഖാദി റഹിമഹുല്ലാഹ് ദുഹാ നിസ്കരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു, മോനിങ്ങോട്ട്, നീ ചാവക്കാട് പോയിട്ട് അവിടെ ജയിലിന് കാവലിക്കുന്ന പോലീസുകാരോട് പറയണം ഉമർ ഖാദി കോടഞ്ചേരി പള്ളി നിസ്കരിക്കുന്നുണ്ട് എന്ന് പറയണം. ആ പോലീസുകാരെ പണി പോയി പോകും, അവരെ ജോലി പോയി പോയിട്ട് അവരെ കുടുംബം പട്ടിണിയാണ്ട. നീ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ കളക്ടറെ കാണാൻ വേണ്ടി കോഴിക്കോട്ട് പോകുന്നുണ്ട്, അവരെന്റെ കൂടെ വരുന്നെങ്കിൽ അവർക്കും വരുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോവാൻ. സുബ്ഹാനല്ലാഹ്, ഉമർ ഖാദി റഹിമഹുല്ലാഹ് ദുഹാ നിസ്കരിച്ചിറങ്ങി വെളിയങ്കോട് വന്നു. സ്നേഹിതന്റെ ഖബറുണ്ട് അവിടെ. സ്നേഹിതന്റെ ഖബർ സിയാറത്ത് ചെയ്തു. ഖബർ സിയാറത്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞു, നിങ്ങൾ ഇവിടെ കിടക്കുകയാണല്ലേ, നിങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ വിഷമമൊന്നും വിഷമിക്കേണ്ടതില്ലായിരുന്നു, നിങ്ങൾ ഇവിടെ കിടക്കുകയാണല്ലേ. പറഞ്ഞങ്ങ് തീരുമ്പോൾ സ്നേഹിതന്റെ ഖബറ് എന്ന് പറഞ്ഞിട്ട് കല്ലങ്ങ് പൊട്ടി. ഇപ്പോഴും ചെന്ന് നോക്കിക്കോ നിങ്ങൾ വെളിയങ്കോട്, പൊട്ടിയ കല്ല് നിങ്ങൾക്ക് കാണാം, ആ ഖബറും അങ്ങനെ തന്നെ കാണാം. കല്ലങ്ങ് പൊട്ടിയപ്പാ പറഞ്ഞു അവിടെ തന്നെ കിടന്നോ, ഞാൻ പോയിക്കോളും, നിങ്ങൾ വരണ്ട. ഉമർ ഖാദി ഇറങ്ങി. മഞ്ചല് എന്ന് പറഞ്ഞിട്ട് അന്ന് വലിയ വാഹനമുണ്ട്, VIP കയറുന്ന വാഹനം. ആ വാഹനത്തിലേക്ക് ഉമർ ഖാദി റഹിമഹുല്ലാഹ് കയറി. പോകുമ്പോൾ പോലീസുകാർ വന്നു, മുസ്ലിയാരെ നിങ്ങളങ്ങനെ മഞ്ചലിൽ കയറി പോയാൽ പറ്റൂല, നിങ്ങൾ ജയിലിൽ നിന്ന് കാണാണ്ടായി പോയ പുള്ളിയാ, നിങ്ങൾ വലിയ VIP കയറുന്ന ജഡ്ജിമാർ കയറുന്ന വാഹനത്തിൽ കയറിയിട്ട് പോയാൽ പറ്റൂല, നിങ്ങൾ ജയിലിൽ നിന്ന് കാണാതായി പോയ പുള്ളിയാണ്, അതുകൊണ്ട് നിങ്ങൾ ജയിൽ പുള്ളിയാണ്, നിങ്ങളങ്ങനെ മഞ്ചലിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റൂല. ഉമർ ഖാദി എന്ന് പറഞ്ഞു, ജനങ്ങളെ, പോലീസുകാരെ വാക്കിട്ട് നിങ്ങൾ പോലീസുകാരോട് കസർത്തണ്ട കേട്ടോ, പോലീസുകാരോട് കയർക്കണ്ട കേട്ടോ, അവർ സമാധാനത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ്, അവർ രാജ്യത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങളാരും പോലീസുകാരോട് ഒന്നും പറയണ്ട കേട്ടോ. പോലീസുകാരോട് ഞാൻ പറയാം, അല്ല സാർ ഒരു കാര്യം പറയട്ടെ. എന്താണ്? നമ്മൾ സാറിന് പറയൂലേ പോലീസുകാരോട്, സാർ ഒരു കാര്യം പറയട്ടെ. എന്താണ്? ഒരു കാര്യം പറയട്ടെ. എന്തേ? നിങ്ങൾ പറഞ്ഞ ന്യായമാണ്, നിങ്ങളൊരാളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ജയിലിൽ കയറ്റി കൊണ്ടുപോകാൻ പാടില്ല, നിങ്ങൾ പറഞ്ഞ ന്യായമാണ്. പക്ഷേ
ഇത് നിങ്ങൾ എന്നെ പിടിച്ചോണ്ടോന്നല്ല, ഞാൻ കളക്ടറേറ്റ് പോകുമ്പോ നിങ്ങളും വന്നോന്നിട്ട് ഞാൻ ആളാക്കിയാ നിങ്ങളെടുത്തേക്ക്. ഞാൻ പോവുകയാണ്. ഞാൻ പോകുമ്പോ എന്റെ വാഹനത്തിൽ, അല്ലെങ്കിൽ എനിക്കൊരാൾ തന്ന വാഹനത്തിൽ എനിക്ക് പോയിക്കൂടെ? നിങ്ങൾ പിടിച്ചോണ്ടോ? നിങ്ങളെ നിയമം അങ്ങനെ തന്നെ. ഇത് ഞാൻ പോകുകയല്ലേ, ഞാൻ പോകുമ്പോൾ നിങ്ങളെയും കൂടി വിളിച്ചല്ലേ ഒരാളെ പറഞ്ഞു വെച്ചിട്ട്. അപ്പൊ പിന്നെ എന്റെ വാഹനത്തിൽ കയറി പോകാൻ പാടില്ലാണ്. അതെന്തൊരു ശരി? ഞാനല്ലേ നിങ്ങളെ വിളിച്ച്? അപ്പൊ പോലീസുകാരൻ അത് ശരിയാ കാതി പറഞ്ഞു, നമ്മുടെ കാതി മഞ്ചളിൽ തന്നെ പോയിക്കോട്ടെ. ബുദ്ധിയും വിവരമുള്ള പണ്ഡിതന്മാരുടെ നേതൃത്വം അങ്ങനെ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് കലക്ടറെ കാണാൻ പോയി, സംസാരിച്ചു. നികുതി എന്തായാലും അടക്കൂല, കാരണം ഈ രാജ്യത്തിന്റെ നികുതി നിങ്ങൾക്ക് പിരിക്കാൻ അധികാരമില്ല, ഞങ്ങളെ നാടാണ്, ഇത് ഇന്ത്യ രാജ്യമാണ്, ബ്രിട്ടീഷുകാർക്ക് അധികാരമില്ല. രാജ്യസ്നേഹമാണ്, ദേശാഭിമാനിയാണ്, രാജ്യത്തിനു വേണ്ടി എന്തു സഹിക്കാണ്. സഹോദരന്മാരെ, ഇവിടെ ഗാന്ധിജിയും മറ്റും സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നതിന്റെ എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ആ മഹാപണ്ഡിതൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പടപൊരുതിയത്? മഹാനായ ഉമർ ഖാദി റഹിമഹുല്ലാഹ്. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് കലക്ടറെ കാണാൻ പോയി, കലക്ടറുമായി സംസാരിച്ചു. ശേഷം ജയിലിലടക്കപ്പെട്ടു. അവിടുന്നാണ് മമ്പർത്ത തങ്ങൾക്ക് നീണ്ട കത്തെഴുതിയത്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സ്ത്രീകളെ മോഹിച്ച് നടക്കുന്ന ആ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും അവർ നമ്മളെ നാട് കൈവശപ്പെടുത്തിയിട്ട് ഒരു ചെറിയ കത്തി പോലും കയ്യിലില്ലാത്ത എന്നെ അതാ അനാവശ്യമായി ജയിലിലടച്ചിട്ടിരിക്കുന്നു തങ്ങളെ എന്ന് പറയുന്ന നീണ്ട വികാരഭരിതമായ കത്ത് ശൈഖ് അവറുകൾക്ക് എഴുതി, മമ്പർതങ്ങൾക്ക് എഴുതി. മമ്പർതങ്ങളെ പ്രവർത്തനം കൊണ്ടാണ് പിന്നീട് ജയിലിൽ നിന്നിറങ്ങിയത്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. സഹോദരന്മാരെ, അൻതുമുൽ അഅ്ലൗന ഇൻ കുൻതും മുഅ്മിനീൻ. ഈമാനുണ്ടോ? ഉന്നതിയുണ്ട്, വിശ്വാസം വേണം. നമ്മളെല്ലാ ചാബല്യങ്ങളിലും മോചനം നേടണം. നമ്മൾ ഇബ്ലീസിൽ നിന്ന് മോചനം നേടണം. അനാവശ്യ ചിന്തകളിലും കർമ്മങ്ങളിലും മോചനം നേടണം. എന്നിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ദീനിലൂടെ മുന്നേറണം. ാണ് ആ ബോധം നമുക്കുണ്ടാകണം എന്ന സമയത്ത് ഞാൻ ഉണർത്തുന്നു. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് സുബ്ഹാനല്ലാഹ് അതാ മറ്റൊരു സ്ഥലത്ത് ചെന്നു. വലിയ കവിയാണ്. ഒരു ദിവസം പള്ളി കയറി വെക്കുമ്പോ ഒരു ആട് പള്ളി കയറി കിടക്കുന്നു. ഒരെണ്ണ ആട്ടിനെ കുളിച്ചിട്ടൊരു പാട്ട് പാടി, യാഗനം യാഗനം ലാത്തനം ഹാഊന ഇൻതനം ഇൻതനം ആഊന ഫല്ലർദു വാജിബു. ആട്ടിനെ വിളിച്ചിട്ട് പാടിയതാണ്. ഈ ആടെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പാടില്ല, ഇവിടെ കിടന്ന് ഉറങ്ങിയ അടി കിട്ടൂ. ഞാൻ മൂപ്പര് ബൈറ്റായിട്ടാ ചെല്ലിയത്. ആ ഉമർ ഖാദി റഹിമഹുല്ലാഹ് സഹോദരന്മാരെ മറ്റൊരു സ്ഥലത്ത് ചെന്നു. അതെവിടെ? ചാവക്കാട് എന്ന് കുറെ അങ്ങോട്ട് ഒരു സ്ഥലമുണ്ട്. ഞാൻ ഈ അടുത്തവിടെ വാലിന് പോയിരുന്നു. അവിടെ പോയിട്ട് എന്തുണ്ടായി ഇൻഷാ അല്ലാഹ് SYSന്റെ ജില്ലാ സമ്മേളനം വരുന്നുണ്ട്, അവിടെ വെച്ച് ഞാൻ പറയാം. ഇപ്പോൾ അവിടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, മരിച്ചാക്ക് ഖബർ കുഴിക്കായിരുന്നു. കുഴിക്കേണ്ട ഖബർ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പോയിട്ട് വിളിച്ചിട്ട് കൊണ്ടുവന്നും കാണിച്ചു കൊടുത്തു. അതാണ് ഇൻഷാ അല്ലാഹ് സംഭവം. ഞാൻ പിന്നീട് പറയാം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് സലാത്തിൽ ദുആ ചെയ്യണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങൾ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, ഉറൂസ് വേണം, നല്ലത് തന്നെ. നേർച്ച വേണം, നല്ലത് തന്നെ. മഖ്ബറ വേണം, നല്ലത് തന്നെ. അതേ ഇത്തരത്തിലുള്ള സദസ്സ് വേണം, നല്ലത് തന്നെ. പക്ഷേ നമ്മുടെ വ്യക്തി ജീവിതം സംശുദ്ധമാകണം കേട്ടോ. ചെറുപ്പക്കാരെ, നിങ്ങൾ കള്ളിന്റെ പിന്നാലെ പോകരുത്. നിങ്ങൾ ഒരിക്കലും തന്നെ കഞ്ചാവിന്റെ പിന്നാലെ പോകരുത്. അനാവശ്യമായ ഒന്നിനും പോകരുത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഖത്തറിൽ നിന്ന് ഇപ്പോൾ വൈകുന്നേരം എന്നെ ഒരാൾ വിളിച്ചു. റഫീഖ് എന്നാണ് പേര്. വിളിച്ചിട്ട് പറഞ്ഞു, പാപവും പാശ്ചാത്താപവും എന്ന ഈ അടുത്ത് നിങ്ങൾ പ്രസംഗിച്ച CD കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് കൊടുത്തു. ആ ചെറുപ്പക്കാരൻ കള്ളുകുടി നിർത്തി, നിസ്കാരം തുടങ്ങി. എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഞാൻ ആ സന്തോഷം പറയാൻ കുറെ ദിവസമായി വിളിക്കുന്നു, കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എനിക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നി. വയല് പറയുമ്പോൾ വല്ലാത്ത ക്ഷീണം തോന്നും.
വേല കഴിഞ്ഞാൽ അതിനേക്കാൾ ക്ഷീണം തോന്നും. ഓടി നടന്ന് യാത്ര ചെയ്ത് എളുപ്പം പ്രസംഗിക്കും. ഇന്ന് മൂന്നാമത്തെ വേളാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, അള്ളാഹുവല്ലേ ഫലത്തിലാക്കേണ്ടത്. എനിക്കൊരു മനുഷ്യനും വെളിച്ചം കൊടുക്കാൻ കഴിയില്ലല്ലോ. എനിക്ക് തന്നെയും വെളിച്ചം തരാൻ അള്ളാഹുവിനല്ലേ കഴിയൂ. അള്ളാഹുവേ, ഞങ്ങളെ ഖൽബിൽ നീ ഈമാനിന്റെ തഖ്വയുടെ ഇൽമിന്റെ മഅരിഫത്തിന്റെ വെളിച്ചം തരണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, കള്ള് കുടിക്കുന്നവരെയും നമ്മൾ ദുഷിക്കരുത്, അവനെയും നമ്മൾ നിസ്സാരപ്പെടുത്തി പറഞ്ഞേക്കരുത്. അവനെയും നന്നാക്കി എടുക്കാൻ എങ്ങനെ കഴിയുമെന്നാ ചിന്തിക്കേണ്ടത്. അതാണ് ദീനിന്റെ പ്രവർത്തനം. നിങ്ങൾ കണ്ടില്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മജ്ലിസ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരാളെ പറ്റി ചോദിക്കുന്ന, അയാൾ എന്താ കാണാത്തത്? അപ്പോഴാ മറുപടി, കള്ളുടിച്ച് കിടക്കാണ്, മദ്യപിച്ച് കിടക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ അദ്ദേഹം മദ്യപിച്ച് കിടക്കാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ ആരും അദ്ദേഹത്തിനെതിരെ ഒന്നും പറയല്ല. നിങ്ങൾ അതാ ശൈത്താന്റെ കൂട്ടാളിയാകല്ല. നിങ്ങളൊരു കടലാസ് കൊണ്ടുവരൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടലാസ് കിട്ടുന്നു. എഴുതുകയാണ് കള്ളു കുടിക്കുന്നവന് കത്ത്. കള്ളു കുടിക്കുന്നവന് കത്ത് എഴുതാണ്. എന്നിട്ട് എല്ലാവരോട് പറയുന്ന, അയാൾ നന്നാകാൻ നിങ്ങളൊക്കെ ദുആ ചെയ്യാ. ബെടക്കായ മനുഷ്യന്മാർ നന്നാകാൻ ദ്വാരക്കുക. നിങ്ങളെല്ലാവരും ദുആ നടത്തിക്കോളൂ. ഞാൻ അയാൾക്കൊരു കത്ത് എഴുതട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു കത്ത് എഴുതാണ്. ആ കത്തിലങ്ങ് വെച്ചു. എന്താ വെച്ചത്? അല്ലാഹുവിനെ സംബന്ധിച്ച് അതിലങ്ങ് വെച്ചു, ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബി തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. എന്താണ് കത്തിലെഴുതുന്ന ആയത്ത്? അല്ലാഹു തആല ഗാഫിരിൽ ദംബി, അൽഹംദുലില്ലാ എന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അവസാനം എഴുതുകയാണ്. ഗാഫിരിൽ ദംബി, അല്ലാഹു തആല ദോഷം പുറത്തു തരുന്ന രാജാവാണ്. തെറ്റ് ചെയ്തു പോയ മനുഷ്യൻ ഖേദിച്ച് മടങ്ങിയാൽ പുറത്തു കൊടുക്കുന്ന രാജാവാണ്. വഖാബിലി തൗബി, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്ന രാജാവാണ്. ആട്ടിപ്പുറത്താക്കുന്ന രാജാവല്ല, വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. പക്ഷേ അതുകൊണ്ട് കള്ളു കുടിക്കുന്ന മനുഷ്യ, നിസ്കരിക്കാത്ത മനുഷ്യ, വ്യഭിചാരം നടത്തുന്ന മനുഷ്യ, പലിശ വാങ്ങുന്ന മനുഷ്യ, ഹക്കും ബാത്തുലുമില്ലാതെ ജീവിക്കുന്ന മനുഷ്യ, ബാപ്പനെയും ഉമ്മനെയും ബഹുമാനിക്കാത്ത മനുഷ്യ, അതേ ഭാര്യമാരോട് അക്രമം ചെയ്യുന്ന മനുഷ്യ, ഭർത്താവിനെ വഞ്ചിക്കുന്ന പെണ്ണ്, പെട്ടുപോകണ്ട. അള്ളാഹു തൗബ സ്വീകരിക്കുന്നവനും പൊറുക്കുന്നവനും തന്നെ. പക്ഷെ അത് ഖേദിക്ക് മടങ്ങിയാലാണ്. അതിന് നീ തയ്യാറില്ലെങ്കിലോ അള്ള പറഞ്ഞു കണ്ടോ, ശദീദുൽ ഇഖാബ്, അല്ലാഹു തആല കഠിനമായ ശിക്ഷ ശിക്ഷിക്കുന്നവനാണ്. ഭയങ്കര ശിക്ഷ ശിക്ഷിക്കുന്നവനാണ് അല്ലാഹു തആല. എല്ലാ കഴിവുള്ളവനാണ്. ഇത് തൗൽ ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ഓ സഹോദരന്മാരെ, അവനല്ലാതെ ഇലാഹില്ല, അവനിലേക്കാണ് മടക്കം. ഈ അർത്ഥം വരുന്ന ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദ്യപിക്കുന്ന മദ്യപാനിക്ക് എഴുതിയ കത്തിലങ്ങ് വെച്ചു. ആ മദ്യപാനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കത്ത് കിട്ടി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടിയപ്പോൾ അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കും. ഈ ആയത്തിന്റെ സമീപത്തങ്ങ് എത്തി. ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബി ദിത്തൗലി ലാ ഇലാഹ ഇല്ലാ ഹുവ ഇലൈഹിൽ മസീർ. ആയത്തങ്ങ് എത്തിയപ്പോൾ പിടിച്ചു. മനസ്സിന്റെ ഉള്ളിലെ ആയത്തങ്ങ് കയറി. അവിടെ നിന്നിട്ട് ആ ചെറുപ്പക്കാരൻ, കള്ളു കുടിച്ചു പോയ ചെറുപ്പക്കാരൻ ഖുർആനിൽ ആവർത്തിച്ച് ആയത്തോടുകയാണ്. ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബ്, ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബ്, ഗാഫിരിൽ ദംബി വഖാബിലിൽ തൗബി ശദീദിൽ ഇഖാബ്. അതേ ദോഷം പൊറുക്കുന്ന രാജാവ്, തൗബ സ്വീകരിക്കുന്ന രാജാവ്, അതേ സമയത്ത് കഠിനമായി ശിക്ഷ നടത്തുന്ന രാജാവ്. ഹദ്ദറനീ ബിഉഖൂബതിഹി വവഅദനീ ബിൽ മഗ്ഫിറ. എന്റെ രാജാവായ റബ്ബ്, ഞാൻ തെറ്റ് നിർത്തുന്നില്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുമെന്ന് താക്കീത് ചെയ്തു. അതേ റബ്ബ് തന്നെ ഞാൻ മാപ്പ് ചോദിച്ചാ മാപ്പ് തരുമെന്ന് വാഗ്ദത്തവും ചെയ്തു. ഞാൻ ഇനിയെങ്കിലും അല്ലാഹുവിലേക്കൊന്നും മടങ്ങണ്ടേ, ഞാനൊന്ന് നന്നാകണ്ടേ, ഞാനൊന്ന് എന്റെ മദ്യപാനം നിർത്തണ്ടേ, ഞാനൊന്ന് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങണ്ടേ. പൊട്ടിയങ്ങ് കരഞ്ഞു. മദ്യപാനം നിർത്തിപ്പോയി, കള്ളുകുടി നിർത്തിപ്പോയി, എല്ലാ തെറ്റും നിർത്തിപ്പോയി, സാലിഹായി പോയി. റളിയല്ലാഹു അൻഹു വിവരം പറഞ്ഞപ്പോ മുഅ്മിനീങ്ങളോട് പറയുന്ന, ജനങ്ങളെ
വല്ലവനും ശൈത്താനിന് വഴിപ്പെട്ടൊരു ദൗർബല്യത്തിൽ കുടുങ്ങിയാൽ, തെറ്റ് ചെയ്തു പോയാൽ ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ചെയ്തോ, അയാൾ നന്നാകാൻ വേണ്ടി നിങ്ങൾ ദ്വാരുന്നു, അയാൾ നന്നാകാൻ വേണ്ടി ഉപദേശം നൽകിക്കൂ. ലാ തകൂനു അഅ്വാനിൽ ലിശയാത്തീൻ. ശൈത്താൻ മനുഷ്യനെ തെറ്റിലേക്ക് കൊണ്ടുപോയി നയിക്കുമ്പോ നിങ്ങളും അയാളെ അങ്ങോട്ട് ദുഷിച്ച്, നിങ്ങൾ അയാളെ ചീത്ത പറഞ്ഞ് ശപിച്ച്, നിങ്ങൾ ശൈത്താന്റെ കൂട്ടാളികളായി പോകരുത് കേട്ടോ, ശൈത്താനെ സഹായിക്കരുത് കേട്ടോ. ഒരു കുഴിയിൽ വീണുപോയ മനുഷ്യനെ കരകയറ്റാനല്ലേ നോക്കേണ്ടത്. ഇതുപോലെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ഒരാൾക്ക് അബദ്ധം പറ്റിയാൽ അയാളെ കൈപിടിച്ച് കയറ്റി അത് ഹക്കിലേക്ക് കൊണ്ടുവരാനാ ശ്രമിക്കേണ്ടത്, തഖ്വയിലേക്ക് കൊണ്ടുവരാനാ ശ്രമിക്കേണ്ടതെന്ന് ഉമർ റളിയല്ലാഹുവിന്റെ ഉപദേശം നൽകുന്നു. ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് അതിന്റെ പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായി എല്ലാ മുഅ്മിനീങ്ങളും മുന്നേറണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനെ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചോടി നടക്കുന്ന പ്രവർത്തിക്കുന്ന വളണ്ടിയർമാർ, ഇത് സംഘടിപ്പിച്ച മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, സ്വാഗത സംഘത്തിന്റെ ആളുകൾ, ഇവിടെയുള്ള ആലിമീങ്ങൾ, പ്രവർത്തകന്മാര്, മോമിനീങ്ങൾ, ഇവിടെയുള്ള സ്റ്റാഫുകൾ, ഈ നാട്ടിലും പ്രദേശത്തും പരിസരങ്ങളിലും നിന്നിവിടെ വന്നവർ, ഈ പ്രവർത്തനങ്ങളോട് സാമ്പത്തികമായും ശാരീരികമായും അതേ മനസ്സുകൊണ്ടും സഹായിച്ചവർ, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഈ ജമാഅത്തിനും ഇതിന്റെ പരിസരങ്ങളിലെ സർവ്വ ജമാഅത്തുകൾക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നിങ്ങളുടെ മജ്ലിസിനെ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഒരു 10 സ്വലാത്ത് റസൂലുള്ളാഹിന്റെ വിളിച്ചില്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين. ഒരുപാട് ആളുകൾ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച കൊടുത്തയച്ചവരുണ്ട്, ഈ പരിപാടിക്ക് സഹായിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ. ആര് എന്ത് ഉദ്ദേശം വെച്ച് നേർച്ച ചെയ്തവർക്കൊക്കെ അള്ളാഹു തആല ഫലം നൽകട്ടെ. ഇവിടെ നേർച്ച കൊടുത്തവർക്കും അള്ളാഹു ഫലം ചെയ്യട്ടെ. സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തവർക്കും അള്ളാഹു തആല ഫലം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ആ സ്ഥാപനത്തിന് അള്ളാഹുവിന്റെ ഒരു ബർക്കത്താണ്. ഞാൻ പോയ സ്ഥലത്തൊക്കെ ഇങ്ങനെ നേർച്ച കിട്ടും. ഏതൊരു പള്ളി കയറി നിസ്കരിക്കാൻ കയറി ആ പള്ളിയിൽ നിന്ന് കൂടി. ഇപ്പൊ ഞാൻ ഇടക്ക് മണ്ണൻകുഴി പള്ളിയിൽ ഒന്ന് കയറി നിസ്കരിച്ചതാണ്. നിസ്കരിക്കാൻ കാരണം അതിന്റെ തൊട്ടടുത്തൊരു വീട്ടിൽ ഞാൻ മുമ്പ് അവിടെ വേഗത്തിൽ പോയപ്പോ ആ വീട്ടുകാരൻ ക്ഷണിച്ചിട്ടോ മറ്റോ അവിടെ പോയിരുന്നു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. എന്നോട് അബ്ദുള്ള മുസ്ലിയാർ പറഞ്ഞു. അങ്ങനെ അവിടെ മക്കളില്ലായിരുന്നു, അവിടുത്തെ ചെറുപ്പക്കാരന് കുറെ കാലമായിട്ട് മക്കളില്ലായിരുന്നു. അപ്പോ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ദിക്ർ എഴുതി കൊടുത്തു. അവർക്ക് മക്കളുണ്ടായി. ഫുജൈറയിലാണ്. അപ്പൊ അവരൊന്നും ഇപ്പൊ നാട്ടിലില്ല, ഫാമിലിയൊക്കെ അവിടെയാണ്. പക്ഷെ ആ ഉമ്മ, പ്രായമുള്ളൊരു ഉമ്മയും ബാപ്പയും ഉണ്ട്. അവർക്ക് ഭയങ്കര ആഗ്രഹം ഒന്ന് അവിടെ കയറണമെന്ന്. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെ കയറാൻ. അപ്പൊ അവിടെ കയറിയപ്പോൾ മഗ്‌രിബായപ്പോൾ മണ്ണൻകുഴി പള്ളി തൊട്ടാണ്. അപ്പൊ അവിടെ കയറിയ മഗ്‌രിബ് നിസ്കരിക്കാൻ കയറി. മഗ്‌രിബ് നിസ്കരിച്ച് ഇറങ്ങി വരുമ്പോൾ കുറെ ആൾക്കാർ പള്ളിയിൽ നിന്ന് ഇങ്ങനെ നേരത്തെ പൈസ തരുന്നു. അങ്ങനെ അള്ളാഹു തആല ആ സ്ഥാപനത്തിന് വലിയൊരു ബർക്കത്ത് തന്നിട്ട് അള്ളാഹു നിലനിർത്തി തരട്ടെ. 2 ലക്ഷം റുപ്യ ഒരു മാസം കിട്ടാറുണ്ടായിരുന്നു. നാദാവ് ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം, മൂത്രക്കല്ലുകൾ തെറിക്കൽ കറാമത്ത് കേന്ദ്രം എന്നൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാ, ഞാനതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ കപ്പിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. അങ്ങനെ അയാൾ പറഞ്ഞതിന് ശേഷം ഇപ്പം മുജാഹിദീകൾ നേർച്ചയാക്കാൻ തുടങ്ങി. കാരണം അവർക്ക് തോന്നി എന്തോ ഒരു അത്ഭുതം അവിടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം 3 ലക്ഷം റുപ്യ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ കൊല്ലം 2 ലക്ഷം, കൊല്ലം 3 ലക്ഷം റുപ്യ കിട്ടുന്നത് നേർച്ച. ഇന്ന് അടന്ന് ഞാൻ ഓർക്കുന്നു, മൂസ മുസ്ലിയാർ സൗദിയിൽ നിന്ന് വിളിച്ചു.
ഇന്നലെ ഒന്നും എനിക്ക് ഓർമ്മല്ല, 2 ദിവസം വിളിച്ചിട്ട് അവിടുന്ന് ഒരു മുജാഹിദ് ഒരു സംഖ്യ നേർത്തിയാക്കിയിട്ടുണ്ട്. അയാൾക്ക് ഒരു കാര്യം ശരിയാകാൻ വേണ്ടി ദ്വാരക്കണമെന്നുണ്ട്. അള്ളാഹു തആല ശരിപ്പെടുത്തി കൊടുക്കട്ടെ, അയാൾ അള്ളാഹു തആല സുന്നിയാക്കുകയും ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ നിഅമത്താണ്. ഇവിടെ വന്നപ്പോൾ ഒരുപാട് നേർച്ച തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ദ്വാരക്കാം. എല്ലാവരും ഇഖ്ലാസോടെ ആമീൻ പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد أرحم الراحمين. يا رب ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനേ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ ഏറ്റി തരണം റഹ്മാനേ. അവിടുത്തെ സ്ഥാനം ഇടിച്ചിതാറ്റി സംസാരിക്കുന്ന എല്ലാ കക്ഷികളോടും ഞങ്ങളെ ഖൽബിന് നീ അകൽച്ച വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ നിന്റെ പാവികളായ അടിമകളാണ്. നിന്റെ ദീന് പറയുന്ന സമയത്ത് ഹക്കാണെന്ന് ബോധ്യപ്പെട്ടതിലേക്കല്ലാതെ ജനങ്ങളെ ക്ഷണിച്ചിട്ടില്ല, തെറ്റാണെന്ന് ഉറപ്പുള്ളതിനെ അല്ലാതെ ജീവിതത്തിൽ വിമർശിച്ചിട്ടില്ല. നീ അത് ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അറിയാതെ വല്ല അപാകതകളും സംസാരത്തിലോ വാക്കിലോ വന്നുപോയെങ്കിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ അമ്പിയാക്കളല്ല, മലക്കുകളല്ല, ഞങ്ങൾ ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ടിചവറുകളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നീ കൽപ്പിച്ച എന്തെങ്കിലും ഒഴിഞ്ഞു പോവുകയോ നീ വിരോധിച്ച എന്തെങ്കിലും സംഭവിക്കുകയോ ഉണ്ടായെങ്കിൽ അടിമകളായ ഞങ്ങൾക്ക് രാജാവായ നീ മാപ്പ് തരണേ റഹ്മാനേ. മാപ്പ് തരണേ റഹ്മാനേ. മാപ്പ് തരണേ റഹ്മാനേ. ഞങ്ങൾ മഹാന്മാരുടെ ഹദറത്തിൽ വന്നതാണ്, ഞങ്ങൾ അവരെ സ്നേഹിച്ചു വന്നതാണ്, അവരാദരിച്ചു വന്നതാണ്. റബ്ബേ, ഞങ്ങൾ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞങ്ങളെ ഏടുകളിൽ നിന്ന് എല്ലാ ദോഷങ്ങളും അയച്ചു കളയണേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ശിക്ഷിക്കരുത് റഹ്മാനേ. റബ്ബേ, ഞങ്ങളിൽ പലർക്കും പല ഉദ്ദേശങ്ങളുള്ളവരുണ്ട്. ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്കും ഇവിടത്തേക്കും നേർച്ച ചെയ്തവർ പലരുമുണ്ട്. എല്ലാവരുടെയും ഹൈറായ ഉദ്ദേശങ്ങൾ നിറവേറ്റണം റഹ്മാനേ. രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തണം റഹ്മാനേ. പല വിഷമമുള്ള രോഗങ്ങളും പറഞ്ഞവരുണ്ട്, നീ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തണേ റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ റഹ്മാനേ. ഉള്ള കുട്ടികളെ സാലിഹീകളാക്കണം റഹ്മാനേ. വീടുകളിലും കുടുംബങ്ങളിലും സദസ്സിലുമുള്ള ഗർഭിണികൾക്ക് നീ സലാമത്ത് നൽകണേ റഹ്മാനേ. സലാമത്ത് നൽകണേ റഹ്മാനേ. റബ്ബേ, അപകടം പറ്റിയിട്ട് സൗദിയിലും ഖത്തറിലും പല സ്ഥലത്തും കിടക്കുന്ന മുഅ്മിനീങ്ങളുണ്ട്. നാട്ടിൽ തന്നെയും അപകടം പറ്റി കിടക്കുന്നവരുണ്ട്. നീ അവർക്കൊക്കെയും രക്ഷ നൽകണേ റഹ്മാനേ. ആരോഗ്യം നൽകണേ റഹ്മാനേ. സലാമത്ത് നൽകണേ റഹ്മാനേ. എല്ലാ മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണം റഹ്മാനേ. നിന്റെ നിഅമത്ത് വലുതാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലിരിക്കാൻ സമയമില്ല, ഞങ്ങൾക്ക് ഓട്ടമാണ് റബ്ബേ. നിന്റെ ദീനിന്റെ പ്രവർത്തനത്തിനുള്ള ഓട്ടം. എത്രയാ ഓടുന്നത് ആലിമീങ്ങൾ, എത്രയാ ഓടുന്നത് സാദാത്തുക്കൾ, എത്രയാ ഓടുന്നത് മുഅ്മിനീങ്ങൾ, എത്രയാ ഓടുന്നത് റബ്ബേ. ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കാവൽ തരണേ റഹ്മാനേ. നിന്റെ കാവൽ തരണേ റഹ്മാനേ. മഈശത്തിന് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, കടലിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ആവശ്യത്തിനും വണ്ടി ഓടിച്ച് പോകുന്ന നിന്റെ ദീനിനെ സഹായിക്കുന്ന മുതലാളിമാരുണ്ട്. എല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ റഹ്മാനേ. മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. റബ്ബേ, അന്യനാട്ടിൽ പോയി അധ്വാനിക്കുന്നവരും നാട്ടിൽ തന്നെ ബിസിനസ്സും ജോലിയും പണിയും പലതുമായി ജീവിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും റബ്ബേ, മൈശത്തിന് എന്ത് വഴി തേടുന്നവരുണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ധാരാളം കുട്ടികൾ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതുന്നവരുണ്ട്. SSLC പരീക്ഷയ്ക്ക് ഞങ്ങളെ കുട്ടികൾ ഒരുങ്ങുന്നുണ്ട് റബ്ബേ. നല്ല വിജയം എല്ലാ മക്കൾക്കും നൽകണേ റഹ്മാനേ. ഞങ്ങളെ കുട്ടികൾക്കൊക്കെയും നല്ല പുരോഗതി നൽകണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ ബറക്കത്തും പുരോഗതിയും നൽകണേ റഹ്മാനേ. റബ്ബേ,
എന്തെല്ലാം പ്രശ്നങ്ങളുള്ളവർ, കടം കൊണ്ട് വലഞ്ഞവരുണ്ട് റബ്ബേ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് കടങ്ങളുണ്ട്, നീ വീട്ടിൽ തരണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ നിന്റെ കാവൽ തരണേ റഹ്മാനേ, നിന്റെ കാവൽ തരണേ റഹ്മാനേ. മഈശത്തിന് വേണ്ടി വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ട്, കടലിൽ പോയി തൊഴിലെടുത്ത് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ. കുടുംബത്തിന്റെയും ബിസിനസിന്റെയും ആവശ്യത്തിന് വണ്ടി ഓടിച്ച് പോകുന്ന നിന്റെ ദീനിനെ സഹായിക്കുന്ന മുതലാളിമാരുണ്ട്. എല്ലാവർക്കും നിന്റെ കാവൽ നൽകണേ റഹ്മാനേ. മുസീബത്തുകളിൽ നിന്ന് കാവൽ നൽകണേ റഹ്മാനേ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനേ. റബ്ബേ, അന്യനാട്ടിൽ പോയി അധ്വാനിക്കുന്നവരും നാട്ടിൽ തന്നെ ബിസിനസ്സും ജോലിയും പണിയും പലതുമായി ജീവിക്കുന്നവരും പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും റബ്ബേ, മൈശത്തിന് എന്ത് വഴി തേടുന്നവരുണ്ടോ എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ധാരാളം കുട്ടികൾ ഞങ്ങളെ സ്ഥാപനങ്ങളിൽ പരീക്ഷ എഴുതുന്നവരുണ്ട്, SSLC പരീക്ഷയ്ക്ക് ഞങ്ങളെ കുട്ടികൾ ഒരുങ്ങുന്നുണ്ട് റബ്ബേ. നല്ല വിജയം എല്ലാ മക്കൾക്കും നൽകണേ റഹ്മാനേ. ഞങ്ങളെ കുട്ടികൾക്കൊക്കെയും നല്ല പുരോഗതി നൽകണേ റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങൾക്ക് നീ ബറക്കത്തും പുരോഗതിയും നൽകണേ റഹ്മാനേ. റബ്ബേ, എന്തെല്ലാം പ്രശ്നങ്ങളുള്ളവർ, കടം കൊണ്ട് വലഞ്ഞവരുണ്ട് റബ്ബേ. ഞങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് കോടിക്കണക്കിന് കടങ്ങളുണ്ട്, നീ വീട്ടിൽ തരണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം റഹ്മാനേ. തൊഴിലില്ലാത്തവർക്ക് അനുയോജ്യമായ തൊഴിൽ നൽകണം റഹ്മാനേ. ഇണകളില്ലാത്തവർക്ക് ഹൈറായ ഇണകൾ നൽകണേ റഹ്മാനേ. റബ്ബേ, യാത്ര ഉദ്ദേശിക്കുന്നവർക്ക് അതിന്റെ വഴികൾ എളുപ്പമാക്കണേ റഹ്മാനേ. യാത്ര പോയിട്ട് അവിടെ 100 പ്രശ്നങ്ങളിൽ കുടുങ്ങിയവരും നിയമപ്രശ്നങ്ങളിൽ പെട്ടവരുമുണ്ട്, നീ അവർക്കൊക്കെയും സലാമത്ത് നൽകണേ റഹ്മാനേ. ഇസ്സത്തോടെ ജീവിക്കാനുള്ള വകുപ്പ് നൽകണേ റഹ്മാനേ. റബ്ബേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിലും ആഫിയത്തിലും ജീവിപ്പിക്കണം റഹ്മാനേ. അവസാനം നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ ചൊല്ലി മരിക്കാൻ ഭാഗ്യം തരണേ റഹ്മാനേ. റബ്ബേ, നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്ന അടിമകളാണ് ഞങ്ങൾ, നിന്റെ പ്രിയം വെക്കുന്ന അടിമകളാണ് ഞങ്ങൾ. ഞങ്ങളെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ ആരിൽ വന്നുപോയോ അത് ഞങ്ങളെ വിവരക്കേടാണ് റഹ്മാനേ. ഞങ്ങളെ ചിന്തക്കുറവാണ് റഹ്മാനേ, ഞങ്ങളെ ദൗർബല്യമാണ് റഹ്മാനേ. ഞങ്ങൾക്കൊരുപാട് ദൗർബല്യമുണ്ടല്ലോ, ഞങ്ങൾ മലക്കുകളല്ലല്ലോ, അമ്പിയാക്കളല്ലല്ലോ. ഞങ്ങളെ സാഹചര്യം മുഴുവൻ തെറ്റിലേക്ക് നയിക്കുന്ന സാഹചര്യമല്ല റഹ്മാനേ. അടിമകളായ ഞങ്ങൾ തെറ്റ് ചെയ്തു പോയെങ്കിൽ ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് ചെയ്യാൻ മാത്രം നിന്റെ റഹ്മത്ത് വിശാലമല്ല റഹ്മാനേ. നീ അഫൂവല്ല റഹ്മാനേ, നീ ഗഫൂറല്ല റഹ്മാനേ, നീ കരീമല്ല റഹ്മാനേ. ഞങ്ങൾക്കെല്ലാവർക്കും മാപ്പ് തരാൻ നിനക്ക് അർഹതയില്ല റഹ്മാനേ, അധികാരമില്ല റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മമാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യമാര്, സന്താനങ്ങൾ, കുടുംബങ്ങൾ, ഞങ്ങളെ പ്രിയം വെച്ച ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ എല്ലാവർക്കും നീ മാപ്പ് ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൊടിക്കീഴിൽ നീ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. റബ്ബേ, നിന്റെ സാധുക്കളായ അടിമകളായ ഞങ്ങൾ നീ തന്നത് കൊണ്ട് സംസാരിക്കുന്നു. നീ തന്ന നാവ്, നീ തന്ന മനസ്സ്, നീ തന്ന കൈ, നീ തന്ന കാല്, നീ തന്ന കണ്ണ്, നീ തന്ന കാത്, ഞങ്ങൾക്ക് എന്തുണ്ടൊക്കെ നിന്റേതല്ലേ. നീ തീരുമാനിച്ചത് നടപ്പാക്കുകയല്ലേ റബ്ബേ. ഹൈറായതൊരു തൗഫീഖ് തരണേ റഹ്മാനേ. എല്ലാ ചെറുകളിലും ഞങ്ങളെ തട്ടിത്തിരിക്കണേ റഹ്മാനേ. എപ്പോഴും ഹക്ക് ഞങ്ങളെ കൽബിലിട്ട് തരണം റഹ്മാനേ. ബാത്തിലിനെ ബാത്തിലായി കാണിച്ചു തരണേ റഹ്മാനേ. റബ്ബേ, സാധുക്കളായ ഞങ്ങൾ നിന്നെ പ്രിയം വെച്ച അടിമകളാണ്. ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണാൻ അവസരം തരണേ റഹ്മാനേ. നിന്റെ ലിഖാ കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത്